ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയായിരുന്നു, ഡിസംബർ 1. അപ്പം രാവിലെ തന്നെ പള്ളിയിൽ പോയേക്കാമെന്ന് വിചാരിച്ച് അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി പള്ളിയിൽ പോയതാണ് കേട്ടോ ഇന്ന്. പക്ഷേ പള്ളിയിൽ ചെന്നപ്പോൾ ഗേറ്റൊക്കെ അടച്ചിട്ടേക്കുന്നത്. സെക്യൂരിറ്റിനോട് ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ഇന്നിവിടെ കുർബാനയില്ല, വേറെ ഏതോ വേറെ വലിയ ചർച്ചയിൽ വെച്ചാണ് കുർബാന. അപ്പോൾ എന്തായാലും രാവിലെ ഒരുങ്ങിപ്പിടിച്ച് വന്നതല്ലേ, എന്നാൽ പിന്നെ അടുത്തുള്ള ഏത് സ്ഥലങ്ങൾ കാണാമെന്ന് വിചാരിച്ചിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് തൊട്ടടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് കാണുന്നത്. അങ്ങനെ ഗൂഗിൾ മാപ്പ് ഇട്ട് ഞങ്ങൾ ആ വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന പോക്കാണ് കേട്ടോ ഇത്. നമ്മുടെ കേരളം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇവിടെ ഗാന എന്ന് പറഞ്ഞ ആഫ്രിക്കൻ കൺട്രി. അതായത് മിക്കയിടത്തും റോഡില്ല, മണ്ണിട്ട റോഡാണെന്നുള്ളതാണ് ഇവിടുത്തെ ആകെ ഉള്ളൊരു പ്രശ്നം. ബാക്കി എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കേരളം പോലെ തന്നെയാണ്. മലയും കുന്നും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട്. ഈ പ്രകൃതി സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ കേരളമാണെന്ന്? ഞാൻ മിക്കപ്പോഴും സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കും നാട്ടിൽ വന്നോ എന്ന്. കാരണം ഇത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ നാട്ടിലെത്തിയെന്ന്. എല്ലാവരുടെയും ആഫ്രിക്ക എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന് എത്തുന്നത് ഒരു ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് എല്ലാവരുടെയും മനസ്സിൽ വരുന്നത്. പക്ഷേ ഗാന അങ്ങനെയല്ല കേട്ടോ. ബാക്കി രാജ്യങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ വന്നിട്ടുള്ള ഗാന ഓൾമോസ്റ്റ് കേരളത്തിൻ്റെ അതേ സെയിം പാറ്റേൺ ആണ്. അതായത് കുന്നും മലയും നല്ല ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട്. പക്ഷേ തണുപ്പ് അല്ലെങ്കിൽ ചൂട് അതെല്ലാം ഒരു നോർമലാണ്. ഓവർ ചൂടുമില്ല, ഓവർ തണുപ്പുമില്ല. രണ്ടിൻ്റെ ഇടയ്ക്കുള്ളൊരു മീഡിയം കാലാവസ്ഥയാണ് ഇവിടെ എപ്പോഴും. ഇപ്പോൾ ഡിസംബർ ആയിട്ട് തന്നെ തണുപ്പില്ല, ഉച്ചയ്ക്കൊക്കെ ഒരു ചെറിയ ചൂടുണ്ട്. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. പിന്നെ ഡെയിലി ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ടാവും. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ സ്ഥലങ്ങളിൽ കൂടെ യാത്ര ചെയ്യുമ്പം ടാറില്ലാത്ത റോഡുകളിൽ കൂടെ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മുടെ നാടല്ല എന്നുള്ളൊരു ചിന്ത വരിക. കാരണം കുഴിയും മണ്ണിട്ട റോഡും, പിന്നെ മണ്ണിന് ഭയങ്കര ചുവന്ന കളറാണ്. ഓൾമോസ്റ്റ് ടാറിട്ട ഇങ്ങനത്തെ റോഡുകളിൽ കൂടെ യാത്ര ചെയ്യുമ്പം നമ്മുടെ നാടാണ്, അല്ലെങ്കിൽ നമ്മുടെ വേറൊരു സ്റ്റേറ്റിൽ പോയ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മളുള്ളത് ഗാനയിൽ താക്വ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ടൗണാണ്. ഇവിടുത്തെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് മൈനിങ് ആണ്. ഒത്തിരി കമ്പനികളുണ്ട്. ചൈനീസ് കമ്പനി, അമേരിക്കൻ കമ്പനിയൊക്കെ ഇവിടെ മൈനിങ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ജീവിത നിലവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ജീവിത നിലവാരമാണ് ഇവിടുത്തെ ആൾക്കാർക്ക്. നമ്മൾ ഈ താക്വ ടൗണൊക്കെ വിട്ട് ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഗ്രാമങ്ങളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ സാധാരണ ആൾക്കാരും കുടിലും വലിയ വലിയ ആൾക്കാരൊന്നും കാണില്ല. റോഡില്ല, സിഗ്നലില്ല, അങ്ങനത്തെ ഒരു ഇതാണ്. ഇതൊക്കെ അത്യാവശ്യം പോഷ് ഏരിയ ആണ്. ഇവിടുത്തെ നല്ല നല്ല ആൾക്കാരും പൈസയുള്ളവരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. താക്വ ടൗണിലുള്ള ആൾക്കാർ ഭൂരിഭാഗവും മൈനിങ് കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിത നിലവാരവും നല്ല അടിപൊളിയാണ്. പക്ഷേ ഉള്ളേരിയകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെല്ലാം കൃഷി, അതാണ് അവരുടെ മെയിൻ. കൊക്കോ കൃഷി, റബ്ബർ കൃഷി, അങ്ങനത്തെ കൃഷികൾ ചെയ്തിട്ടാണ് ആൾക്കാർ ജീവിക്കുന്നത്. മൈനിങ്ങിൽ പോയിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറേ ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്. പെർമിഷൻ എടുത്തിട്ട് ഞാൻ പിന്നീട് ഒരിക്കലും മൈനിങ്ങിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം വീഡിയോ ഇടുന്നതായിരിക്കും. അതിൻ്റെ പെർമിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഇതിപ്പോൾ സംഭവം ഗൂഗിൾ മാപ്പ് ഇട്ട് പോയിട്ട് ഞങ്ങൾ വേറെ എവിടെയൊക്കെ എത്തിപ്പോയി. അങ്ങനെ വേറെ കുറേ ആൾക്കാരോട് വഴി ചോദിച്ച് ലാസ്റ്റ് ഒരു സ്ഥലത്തെത്തി. പ്രേതാലയം പോലത്തെ ഒരു വീടും സ്ഥലമുള്ള ഒരു കുന്നിൻ്റെ മേളിലെത്തി. ശരിക്കും ഇതല്ല വഴി, പക്ഷേ അവർ പറഞ്ഞു ഇവിടുന്ന് നിങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഇതിലെ തന്നെ താഴത്തേക്ക് നടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എത്താമെന്ന്. പക്ഷേ അങ്ങനെ അവർ പറഞ്ഞതനുസരിച്ച് ഈ വഴി താഴത്തേക്ക് പോകണമെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ ഈ വഴി ആരും ഉപയോഗിക്കാറില്ല. ഇപ്പോൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ ആരും നടക്കാറില്ല. കാട് പിടിച്ച് കിടക്കുകയാണെന്ന് പറഞ്ഞു. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇനിയും വഴി തെറ്റാൻ വയ്യാത്തത് കൊണ്ട് ഗൂഗിൾ മാപ്പ് ഞങ്ങളെ വഴി തെറ്റിച്ചാണ് ഇവിടെ എത്തിച്ചത്. ഇനി ഗൂഗിൾ മാപ്പ് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ വഴി കൂടെ താഴത്തേക്ക് പോകാൻ തീരുമാനിച്ചു, കാട്ടിനുള്ളിൽ കൂടെ. ഈ കാട്ടിൽ കൂടെ ഒരു 5-10 മിനിറ്റ് താഴത്തേക്ക് നടന്നിറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിച്ച വാട്ടർഫാൾസ് എത്തി കേട്ടോ. വാട്ടർഫാൾസ് അത്രയ്ക്ക് മോശമൊന്നും പറയാനില്ല. പക്ഷേ വയനാട്ടിൽ നിന്ന് വന്നാൽ എനിക്ക് ഇതൊന്നും ഒരു വെള്ളച്ചാട്ടമല്ല. കാരണം വയനാട്ടിൽ നമുക്ക് ഒത്തിരി ചെറിയതും വലുതുമായിട്ടുള്ള വെള്ളച്ചാട്ടമുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചെറുതാണ്. പക്ഷേ മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവെന്ന് പറഞ്ഞതുപോലെ ഉള്ളത് മതി, നമുക്ക് ഉള്ളത് കൊണ്ട് സന്തോഷം. ഞാൻ ആഫ്രിക്കയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും ക്ലിയർ വെള്ളം ഒഴുകിപ്പോകുന്നത് കാണുന്നത്. നോർമലി ഇവിടെ കാണുന്ന അരുവി, പുഴ എല്ലാം കലക്ക വെള്ളമായിരിക്കും. അതിന് കാരണം ഈ വെള്ളം ഒഴുകി വരുന്നതിൻ്റെ സൈഡിലാണ് ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ ഇല്ലീഗൽ മൈനിങ് നടത്തുന്നത്. ഗോൾഡ് വെള്ളത്തിൽ അരിച്ച് എടുക്കുന്നത് ഇതുപോലെ വരുന്ന പുഴകളിലാണ്. അതുകൊണ്ട് പുഴയൊക്കെ എപ്പോഴും കലക്കിയായിരിക്കും ഒഴുകിക്കൊണ്ടിരിക്കുക.
മുൻപ് ഇവിടെ വെള്ളം തടഞ്ഞു നിർത്താൻ അണക്കെട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതിൻ്റെ കുറേ കോൺക്രീറ്റ് പാളികളെല്ലാം പൊളിഞ്ഞു കിടപ്പുണ്ട്. വെള്ളം കൂടുതൽ വന്ന് എല്ലാം തകർത്ത് കളഞ്ഞതാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ വരുന്നവർക്ക് ഇരിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് അവർ കുറച്ച് തണലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെള്ളത്തിലൊന്ന് വീണ് ഷൂവും സോക്സും എല്ലാം നനഞ്ഞ് കുറേ സമയം കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് പ്ലാൻ ചെയ്തു. കാരണം പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല, ആകെ ചെറിയൊരു ഏരിയയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ തിരിച്ചു. ഇത് നമ്മുടെ നാട്ടിലൊക്കെ തോടിൻ്റെ സൈഡിൽ കൂടെ കാണുന്ന പോലത്തെ കാട്ടുചേമ്പാണ്. പക്ഷേ ഇലയൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. കുറേ കൂടെ ഫ്ലെക്സിബിളാണ്, പെട്ടെന്നൊന്നും കീറുന്ന ഇലയല്ല. പിന്നെ വെള്ളം അങ്ങനെ നിൽക്കുന്ന, നമ്മൾ മുത്തുപോലെ വെള്ളം നിൽക്കുന്ന ഇലയൊന്നുമല്ല. ഇതാണ് ഇതിൻ്റെ പുറം ഭാഗത്ത്. ആ കാണുന്ന റോഡിൽ വരെ നമുക്ക് വണ്ടിയും കൊണ്ട് വന്ന് പാർക്ക് ചെയ്തിട്ട് ഇത്ര കുറച്ച് നടന്നാൽ മതിയായിരുന്നു. അവിടെയാണ് ഞങ്ങൾ കാട്ടിൽ മേളിൽ വണ്ടി ഇട്ടിട്ട് കുറേ നടന്നു വന്നത്. എന്തായാലും ഇവിടെ നിന്ന് ഇനി തിരിച്ച് നടക്കണം. ഇതാണ് ഞങ്ങൾ വന്ന സ്ഥലം കേട്ടോ. ഫുള്ള് പച്ച കാടാണ്. അതായത് ആൾക്കാരും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. വല്ല പാമ്പുണ്ടോ എന്നുള്ള പേടിച്ചാണ് ഞങ്ങൾ നടന്നത്. പക്ഷെ എന്തായാലും പാമ്പിനെ ഒന്നിനെയും കണ്ടില്ല. പൊതുവേ ആഫ്രിക്കയിലൊക്കെ പാമ്പ് കൂടുതലാണെന്നാണ് പറയുന്നത്. എന്തായാലും പാമ്പിനെയും കണ്ടില്ല, ഒന്നിനെയും കണ്ടില്ല. കണ്ടില്ലേ ഈ കാണുന്ന വഴി കണ്ടോ? പണ്ട് ആൾക്കാർ ഉപയോഗിച്ചിരുന്നതാണ്, ഇപ്പോൾ ആരും നടക്കുന്നില്ല. അതുകൊണ്ട് കാട് പിടിച്ച് കിടക്കുകയാണ്. വീണ്ടും ഞങ്ങളുടെ പ്രേതാലയം പോലത്തുള്ള വീടെത്തി. ഇവിടെയാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ടിരുന്നത്. അങ്ങനെ രാവിലെ ചർച്ചിലേക്ക് ഇറങ്ങിയ ഞങ്ങൾ ചർച്ചില്ലാത്തതുകൊണ്ട് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോന്നു. ഇതാണ് ഇന്നത്തെ വിശേഷം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ ബൈ.